പ്രിയപ്പെട്ടവരെ, ദൈവദൂതനെ പോലെ ഒരാളെത്തുക, ഒരേ സമയം രണ്ട് ജീവനുകൾ രക്ഷിക്കുക. അത്തരത്തിലൊരു സംഭവത്തെക്കുറിച്ചാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. മുംബൈയിലെ റാംമന്നർ റെയിൽവേ സ്റ്റേഷനിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ട്രെയിനിൽ പ്രസവത്തിനായിട്ട് ഒരു പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീ അവരുടെ കുടുംബവുമായിട്ട് ഹസ്ബൻഡും ഒക്കെ ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയതാണ്. പക്ഷേ എന്തോ അവിടെ അപ്പോൾ പ്രസവം എടുക്കാറായില്ല എന്നാണെന്ന് തോന്നുന്നു പറഞ്ഞത്. എന്തായാലും പ്രസവം നടന്നില്ല. തിരിച്ചവരെ വീട്ടിലേക്ക് മടക്കി അയക്കുകയാണെന്നാണ് അറിയാൻ കഴിയുന്നത് ഹോസ്പിറ്റലുകാർ. എന്തായാലും ആ തിരിച്ചു വരുന്ന വഴി ഈ ഒരു സ്ത്രീ പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ കുഞ്ഞ് പൂർണ്ണമായിട്ടും വെളിയിൽ വന്നില്ല, പകുതി ശരീരം മാത്രമേ പുറത്തേക്ക് വന്നുള്ളൂ. ഈ ഒരു സാഹചര്യത്തിൽ കൂടെയുള്ള യാത്രക്കാരെല്ലാം പരിഭ്രാന്തിയിലായി. അവർ അതിലൊരു വികാസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ പെട്ടെന്ന് അദ്ദേഹം ചെയിൻ, ആ സ്റ്റേഷനിൽ എനിക്ക് തോന്നുന്ന സ്റ്റോപ്പ് ഇല്ലെന്ന് തോന്നുന്നു, ചെയിൻ പിടിച്ച് വലിച്ച് ട്രെയിൻ നിർത്തുകയും റെയിൽവേ പോലീസിനെ അറിയുകയും കൂടെയുള്ള യാത്രക്കാരും പോലീസും ഒക്കെ നിരവധി ഡോക്ടർമാരെയും ആംബുലൻസിനെയും വിളിച്ചെങ്കിലും സമയത്ത് എന്തോ കിട്ടിയില്ല ആരെയും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ലേഡി ഡോക്ടറെ കണക്ട് ചെയ്യുന്നത്. ഇപ്പോൾ പക്ഷേ വരാൻ പറ്റിയില്ല, അവർ ദൂരെയാണ്. അവർ ചെയ്ത ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ചെയിൻ പിടിച്ച് നിർത്തിയെന്ന് പറഞ്ഞ മനുഷ്യനെ വീഡിയോ കോൾ ചെയ്തിട്ട് ആ ലേഡി ഡോക്ടർ പറയുന്ന പോലെ ചെയ്യാവോ എന്ന് ചോദിക്കുന്നു. ആ മനുഷ്യൻ, ആ ഒരു ചെറുപ്പക്കാരന് ഒരു എന്താ പറയുക, ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനൊന്നുമല്ല. ആ മനുഷ്യൻ പക്ഷേ അതിന് തയ്യാറാകുകയും ആ പ്രസവം എടുക്കുകയും ആ കുഞ്ഞിനെയും അമ്മയും സുരക്ഷിതമാക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച. അഭിനന്ദന പ്രവാഹമാണ് ആ ഒരു ചെറുപ്പക്കാരൻ. പക്ഷേ ആ ചെറുപ്പക്കാരൻ പറയുന്നത് എൻ്റെ കഴിവല്ല, ആ വീഡിയോ കോളിൽ കൂടെ ആ ഡോക്ടർ പറഞ്ഞത് താൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ്. പക്ഷേ അവിടെ നിന്ന് ആരും മുന്നോട്ട് വരാത്തപ്പോൾ ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് ഈ ഒരു മനുഷ്യനാണ് ദൈവദൂതനെ പോലെ മുന്നിലെത്തിയത് എന്നു. ഉടൻ തന്നെ ആംബുലൻസ് എത്തി അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ആൺകുഞ്ഞാണ്, അമ്മയും കുഞ്ഞും ഒക്കെ സുഖമായിട്ടിരിക്കുന്നു. ശരിക്കും ആ മനുഷ്യനെ ദൈവമെന്ന് നമുക്ക് വിളിക്കാം, അല്ലേ? മഞ്ജീത് ധില്ലൻ എന്ന് പറയുന്ന ഒരു സഹോദരനാണ് ഈ ഒരു കാഴ്ച ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിരിക്കുന്നത്.